ഇന്ന് ഞാൻ ചക്കയുടെ കൂഞ്ഞ് കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കൂഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, ചക്കക്കുരു, തേങ്ങാക്കൊത്ത്. ഇത് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞുകൊണ്ട് വരട്ടെ. പിന്നെ ഇത് തോരൻ്റെ അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് അരിഞ്ഞു. കാരണം വേറെ വേറെ ഞാൻ സാധനങ്ങൾ കാണിച്ചായിരുന്നല്ലോ. വേണ്ട, ഇതാണ് കൂഞ്ഞരിഞ്ഞത് ഇതുപോലെ, ഉള്ളി അരിഞ്ഞത് ഇതുപോലെ, പിന്നെ തേങ്ങാക്കൊത്തും ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് എല്ലാം കൂടെ ഞാൻ അരിഞ്ഞേക്കുന്നതാണ്. കൂഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്, ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, തേങ്ങാക്കൊത്തിട്ടിട്ടുണ്ട്, ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ചെറുതായിട്ടാണ് തോരനുള്ള രീതിയിൽ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരിഞ്ഞെടുക്കണം. നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു 1.5, നമുക്ക് കഷ്ണം കുറവാണ്, അതുകൊണ്ടാണ് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പെരുംജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. എല്ലാം കൂടെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതിലേക്ക് ഇടാം. അരിഞ്ഞു വെച്ചേക്കുന്ന കൂഞ്ഞും, ഉള്ളി, തേങ്ങാക്കൊത്ത്, ചക്കക്കുരു ഇതെല്ലാം കൂടിയിട്ട് ഉപ്പും കൂട്ടിയിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഞാനിച്ചിരി ചൂടുവെള്ളമാണ്, ചെറിയതായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചേക്കുന്നത്. ഇതിനെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. നന്നായിട്ടങ്ങ് ഇളക്കാം. ഇനി ഒരല്പം ഗരം മസാല ചേർക്കാം. അല്പം മതി, ഗരം മസാലയും കൂടെ ചേർത്തു. ഒരു ശകല ഉപ്പ് കുറവുണ്ട്, ചേർക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില. തോരന് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാൻ ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, നമുക്ക് കുറച്ച് അരിയിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്, ഇനി കുറച്ച് അരിയിടാം.
അരിയോ ഉഴുന്നോ എന്ത് വേണേലും ഇടാം. ഇവിടെ സാധാരണ ഈ തോരനൊക്കെ വെക്കുവാണെങ്കിൽ ഞങ്ങൾ അരിയാണ് ഇടുന്നത്. ഇനി 2 വറ്റൽമുളക് കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് തീ കുറച്ചിട്ട് ഈ തോരനകത്തോട്ട് ഈ കടുക് വറുത്തത് ഇടാം. അതിൽ പിന്നെ ഇളക്കി വാങ്ങുക, അത്രേ ഉള്ളൂ സംഭവം. ഇതൊന്ന് അരിയുന്നതിൻ്റെ ഒരു താമസമേ ഉള്ളൂ, കാരണം ഇച്ചിരി കുഞ്ഞായിട്ട് അരിയണ്ടേ. നമ്മുടെ ചക്കയുടെ കൂഞ്ഞ് തോരൻ റെഡിയായി. നമ്മുടെ കൂഞ്ഞ് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല കളറാണേ. ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ടാക്കിയാലും ഒരു സമാധാനമില്ല. ഇനി അടുത്ത വർഷം 1 വർഷം കാത്തിരിക്കണ്ടേ ഇതൊക്കെ കഴിക്കണമെങ്കിൽ. കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള തോരൻ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് തരണേ. താങ്ക് യു.